പ്രപഞ്ചത്തിൽ ആകർഷണ നിയമം എന്ന് പറയുന്ന ഒരു നിയമം പ്രവർത്തിക്കുന്നതായിട്ട് പല ആളുകളും അതിനെ കണ്ടെത്തിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. നാം എന്താഗ്രഹിക്കുന്നോ അത് നമ്മിലേക്ക് എത്തിച്ചേരുന്നു. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഏതെങ്കിലും ഒരു വഴിയിലേക്ക് വാഹനത്തിൽ കയറി യാത്ര പോകാൻ തയ്യാറാവുന്ന നമ്മുടെ ജീവിതത്തിൽ ആ വഴിക്കുള്ള വാഹനം മാത്രം വൈകുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നാം തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം വിഘ്നങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ആകർഷണ നിയമം പറയുന്നത് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മിലേക്ക് വന്നു ചേരുന്നുവെന്നാണ്. എന്നാൽ അങ്ങനെയാണോ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു തിരുത്തൽ നമുക്ക് ആവശ്യമായി വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് ആളുകളും അവരവരുടെ ജീവിതത്തിൽ പരാതികൾ പറയാറുണ്ട്. താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കുകയില്ല എന്ന്. ഇവിടെ ആദ്യത്തെ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി സ്വയം പറയുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയില്ല എന്ന്. പിന്നെ എപ്രകാരമാണ് അത് നടക്കുന്നത്? ആ വ്യക്തിക്ക് തന്നെ അറിയാം താൻ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്ന്. വിശ്വാസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു നിയമത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താഗ്രഹിച്ചാലും അത് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയാണ്: ഏതൊന്നിനെ വിശ്വസിക്കുന്നുവോ അത് സത്യമായി പുലരുമെന്നതാണ്. അതായത് ഒരു വഴിക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുന്ന ഒരു വ്യക്തി ബസ് വരാൻ താമസം ഉണ്ടാവുക എന്ന് തന്നെയാണ് ചിന്തിക്കാറുള്ളത്. കാരണം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഇപ്രകാരം തന്നെയാണെന്ന് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾ സാധാരണ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും, നിങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു അവസരം വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനോടൊപ്പം തന്നെ ചേർന്ന് ഒന്ന് രണ്ട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യാതൊരു അവസരങ്ങളും മുന്നിൽ വരാതിരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് അനേകമാണ്. എന്നാൽ ഒരവസരം നിങ്ങളുടെ മുന്നിൽ വന്നപ്പോഴാവട്ടെ അതിൻ്റെ പിറകിൽ നിന്ന് വീണ്ടും അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ ദുഃഖത്തിലേക്ക് വീണു പോകുമ്പോൾ കൂടുതലായിട്ട് മറ്റു ദുഃഖങ്ങളും കൂടെ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങളുടെ കാലിൻ്റെ വിരൽ ഏതെങ്കിലും ഒരു പടിക്കെട്ടിൽ തട്ടി ആ വിരലിന് ചതവ് പറ്റുകയാണെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾ സൂക്ഷിക്കുന്ന ആ വിരൽ തന്നെയായിരിക്കും വീണ്ടും കൂടുതലായിട്ട് ആഘാതമേൽക്കേണ്ടി വരുന്നത്. എന്തെന്നാൽ നാം അതിനെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് തട്ടരുത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം അത് തട്ടണം എന്നാണ് ഈ പ്രകൃതി കേൾക്കുന്നത്. നിങ്ങൾക്ക് ലഭ്യമാകുന്ന മറുപടിയും അങ്ങനെ തന്നെയാണ്. ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്നൊരു ഉത്തരം ഈ പ്രപഞ്ചം സ്വീകരിക്കുകയില്ല എന്നുള്ള സത്യം നമുക്ക് ആദ്യമായി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യത്തെയാണോ നാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന സത്യമാണ് മനസ്സിലാക്കേണ്ടത്. ആവർത്തിച്ച് പറയുക മാത്രമല്ല, ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളും അപ്രകാരം തന്നെയാണ് എന്നുള്ള സത്യത്തെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുള്ള വസ്തുക്കൾ ഇത് ആരുടെ പക്കലാണ് ഉള്ളത്? ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൻ്റെ പക്കൽ തന്നെയാണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത് പ്രപഞ്ചം ആരുടെ കീഴിലാണോ അല്ലെങ്കിൽ പ്രപഞ്ചം ആരുടെ കയ്യിലാണോ അവരോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ ദൈവത്തോട് തന്നെ. നിങ്ങളുടെ ദൈവം ആരാണ് എന്നതിൽ ഇവിടെ പ്രസക്തിയില്ല. നിങ്ങൾ ഏതൊന്നാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് പരിപാലിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് അതിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെ ആവശ്യപ്പെടാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ പക്കലുള്ളത് അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇവിടെ വിശ്വാസം വളരെ പ്രധാനമാണ്. നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത് അടിയുറച്ച വിശ്വാസമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഖുർആന്റെ പ്രസക്തമായിട്ടുള്ള ഒരു വാക്യം ഇങ്ങനെയാണ്: ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് വേണ്ടി വിധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഏതൊരു കോണിൽ നിന്നായാലും എത്തിച്ചേരും. എന്നാൽ നിങ്ങൾക്ക് വിധിയില്ലാത്തൊരു വസ്തു നിങ്ങളുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് നഷ്ടമാകും. വിധി എന്നത് ഒരു പരിധിവരെ നാം അറിയാത്ത ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന യാത്രയാണ്. എന്നിരുന്നാലും നമ്മുടെ ആവശ്യമെന്നത്, നമ്മുടെ ആഗ്രഹമെന്നത് നമ്മുടെ മാത്രം സ്വന്തമാണ്. നമുക്ക് നമ്മുടെ വിധിയിൽ നമ്മുടെ ആഗ്രഹത്തെ നമുക്ക് നമ്മളോടൊപ്പം ചേർക്കാൻ സാധിക്കുന്നതാണ്. ആകർഷണ നിയമത്തെ എതിർക്കുന്നവർക്ക് ആകർഷണ നിയമം ഒരിക്കലും ഫലം ഉണ്ടാക്കി തരികയില്ല. എന്താണ് കാരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരതിനെ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ശക്തമായ കാരണം. ഉദാഹരണം നമുക്ക് തൊട്ടടുത്ത് നിന്ന് തന്നെ നോക്കാം.
നിങ്ങൾ നിങ്ങളൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് കുറച്ച് പൈസ കടം ചോദിക്കുകയാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ സുഹൃത്ത് നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ആ സുഹൃത്ത് നിങ്ങൾക്ക് പണം തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തെന്നാൽ നിങ്ങളുടെ വിശ്വാസം അത്രമേലാണ്. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു സുഹൃത്തിനോടാണ് നിങ്ങൾ പണം ആവശ്യപ്പെടുന്നത് എങ്കിൽ അത് ഒരു പക്ഷേ കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ നിങ്ങൾക്ക് അത് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അത് കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവ് തന്നെയാണ്. എന്നിരുന്നാലും ചോദിക്കാം എന്നത് മാത്രമാണ്. ഈ വിശ്വാസം തന്നെയാണ് ഈ പ്രപഞ്ചത്തോടും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. എന്തെന്നാൽ നീയും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ള സത്യത്തെ നീ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ്. അതായത് നീയും നിലനിൽക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെ മേലും അധികാരമുള്ള ഒരാൾക്ക് ആ വസ്തുക്കളെല്ലാം, നീ ആഗ്രഹിക്കുന്ന വസ്തുക്കളെല്ലാം നിന്നിലേക്ക് എത്തിച്ചു തരാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ആകർഷണ നിയമം പറയുന്നത് ഇപ്രകാരമാണ്: മനുഷ്യൻ്റെ ചിന്തകളിൽ നിന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. അതേ വൈബ്രേഷൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ നിന്ന് നമ്മിലേക്കും ഉണ്ടാകുന്നു എന്നതാണ്. അതായത് നാം ഏതൊന്നിനെ തേടുന്നുവോ അത് നമ്മയും തേടുന്നു എന്നുള്ള സത്യമാണ്. ഈ നിയമത്തിൽ പറയുന്ന പ്രധാന ഒരു പോയിന്റ് ഇതാണ്: നിങ്ങൾ വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ധാരാളമായി കാണുന്ന ഒരാളാണോ? ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ അത് ഓർക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും വയലറ്റ് നിറത്തിലുള്ള പൂക്കളെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഓരോ 100 മീറ്ററിലും നിങ്ങൾക്ക് വയലറ്റ് നിറത്തിലുള്ള പൂക്കളെ ധാരാളമായി തന്നെ കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എന്നു മുതലാണോ അതിനെ തേടി തുടങ്ങിയത് അന്നു മുതൽ അത് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്നതാണ്. അതിനർത്ഥം അത് ഈ ലോകത്ത് ഇല്ലായിരുന്നു എന്നതല്ല, അത് ഈ ലോകത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ നാം അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത്. നാം ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് പുതുതായിട്ടൊരു സംരംഭം തുടങ്ങി ഇറങ്ങുകയാണ്. അന്ന് വരെ നാം ആ മേഖലയെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. എന്നാൽ നിങ്ങൾ ആ മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ആ മേഖലയിലുള്ള മറ്റാളുകളെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊരു വാഹനം വാങ്ങാൻ പോവുകയാണ്. നിങ്ങൾ വളരെ റെയറായിട്ട് കണ്ടിട്ടുള്ള ആ വാഹനം വാങ്ങുമ്പോൾ പിന്നെ നിങ്ങൾ കാണുന്നിടത്തെല്ലാം ആ വാഹനത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അന്ന് മുതൽ നിങ്ങൾ ആ വാഹനത്തെ തിരഞ്ഞു തുടങ്ങി എന്നതാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു വസ്തുവിനെ നമുക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളോടാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അതെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ കുന്നോളം ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുന്നിക്കുരുവോളം കിട്ടുമെന്നത്. എന്നാൽ നിങ്ങൾ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്നതല്ല, നിങ്ങൾ എന്തിനെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്കുള്ളിൽ ഉണ്ടായിരിക്കുക എന്നതാണ് ഇവിടെ വളരെ പ്രധാനം. ആഗ്രഹം വലുതോ ചെറുതോമാകട്ടെ, നാം അതിനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ്. വെറുതെ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കൊണ്ടുള്ള വ്യക്തമായ പ്ലാനും നമുക്കുള്ളിൽ ഉണ്ടായിരിക്കേണ്ടതും ആവശ്യം തന്നെയാണ്. ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, ഒരു വ്യക്തി വെറുതെ റൂമിൽ ഇരുന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്നതാണ്. ചുമ്മാ ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രം എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നത്. നമുക്കൊന്ന് നോക്കാം. ഇസ്ലാമിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു നിയ്യത്ത് എല്ലായ്പ്പോഴും നിർബന്ധമായിട്ട് നമ്മൾ കാണാറുണ്ട്. നിയ്യത്തില്ലാത്ത യാതൊരു കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുന്നുമുണ്ട്. എന്താണ് നിയ്യത്ത്? യഥാർത്ഥത്തിൽ ആഗ്രഹത്തെ തന്നെയാണ് നിയ്യത്ത് എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാം ഇത് ചെയ്യുന്നു എന്ന വിശ്വാസവും അതിലുള്ള ആഗ്രഹങ്ങളും അതിൻ്റെ കർമ്മത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാനിതാ പറയുന്നു, ഈ ലോകത്ത് ഇതുവരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളവരെല്ലാം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നാണ്. എന്നാൽ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വെറുതെ ആഗ്രഹിച്ചാൽ മതി, അതിന് തീർച്ചയായും ഫലമുണ്ടാകുമെന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു വ്യക്തി ഒരു റൂമിനകത്തിരുന്നുകൊണ്ട് വെറുതെ ആഗ്രഹിച്ചാൽ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന്. ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നത് ഒരു തുടക്കമാണ്. ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. തീർച്ചയായും ആ വ്യക്തി ആ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതുമായിരിക്കും. പലരും പറയാറുണ്ട്, അവർക്ക് 6-ാം ഇന്ദ്രിയത്തിൻ്റെ ശക്തി കൊണ്ടാണ് പലതും നേടിയെടുക്കാൻ സാധിച്ചത് എന്ന്. എന്താണ് ഈ 6-ാം ഇന്ദ്രിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, നാം ആഗ്രഹിക്കുന്ന ഈ ആഗ്രഹങ്ങൾ നമ്മിലേക്ക് എത്തുമെന്നുള്ള വിശ്വാസം തന്നെയാണ്. നാം ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ കൊടുക്കുന്ന ഒരു വിശ്വാസം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് മേൽ നാം കൊടുക്കുന്ന വിശ്വാസം.
നാം ഏത് മതത്തിൽ വിശ്വസിക്കുന്നുവെന്നോ നാം ഏത് ജാതിയെന്നോ ഒന്നും ഇതിൽ യാതൊരു പ്രസക്തിയും ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് ലഭ്യമാകുന്ന സൗഭാഗ്യങ്ങൾക്ക് നാം നല്ലവനെന്നോ മോശമാളെന്നോ നോക്കേണ്ട കാര്യം ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്നുള്ള സത്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, മോശം ആളുകളുടെ കയ്യിലും നല്ല ആളുകളുടെ കയ്യിലും പണം ഒരുപോലെ തന്നെ വന്നു ചേരുന്നതാണ്. എന്നാൽ ചിലരാവട്ടെ, അവർ മോശമായാലും നല്ല ആളുകളായാലും അവരിലേക്ക് ഒന്നും എത്തുന്നില്ല. എന്നാൽ അവർ ചിന്തിക്കുന്നത് എല്ലായ്പ്പോഴും താൻ ഇങ്ങനെ തന്നെ തുടർന്നു പോകണം എന്നത് തന്നെയാണ്. രക്ഷപ്പെടണമെന്നൊക്കെ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അവർ അതിനുവേണ്ടി യാതൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നതല്ല ഇവിടെ പ്രസക്തമായ കാര്യം. അവർ വിശ്വസിക്കുന്നില്ല എന്നതാണ്. ഒരു വ്യക്തി തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം ഈ ലോകത്ത് അയാൾക്ക് ഒരിക്കലും സാധ്യമാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു വ്യക്തി തനിക്ക് സ്വയം വില കൽപ്പിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്ത് മറ്റൊരാളും ആ വ്യക്തിക്ക് വില കൽപ്പിക്കുകയില്ല എന്നുള്ള സത്യം നാം ആദ്യം തന്നെ തിരിച്ചറിയേണ്ടതാണ്. എല്ലാവരും ചിന്തിക്കുന്നു, മനസ്സേകാഗ്രമായിക്കൊണ്ട് ധ്യാനത്തിലേക്ക് ഇരുന്ന് ഇങ്ങനെ ചെയ്താൽ മാത്രം, നാം ആഗ്രഹിച്ചാൽ മാത്രം അത് സാധ്യമാകുന്നു എന്ന്. എന്നാൽ അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. ആഗ്രഹിക്കുക എന്നതിന് നിങ്ങൾ ധ്യാനത്തിലിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുമില്ല, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുമില്ല. നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം ആത്മാർത്ഥമാണോ എന്നത് മാത്രമാണ് ഇവിടെ പ്രസക്തി. അതായത് എല്ലായ്പ്പോഴും ശുഭമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നത്. എന്നാൽ നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഏറ്റവും ദുസ്സഹമായ സാഹചര്യത്തിലൂടെ പോകുന്ന ഒരാളോട് പോസിറ്റീവായി ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. ദൈവത്തിൻ്റെ പക്കൽ എല്ലാം തന്നെ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ഖുർആൻ പറയുന്ന മറ്റൊരു പ്രസക്തമായ കാര്യം ഇങ്ങനെയാണ്: നാം നിങ്ങളെയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അതായത് മനുഷ്യൻ്റെ ഉള്ളുകൊണ്ട് ചിന്തിക്കുന്നത് പോലും ദൈവത്തിന് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നതാണ് വാസ്തവം. ആകയാൽ നാം നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിലെല്ലാം ഉള്ളുകൊണ്ട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നാം ഇല്ല എന്ന് കാണിക്കുന്ന പക്ഷം നമുക്ക് യാതൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിൽ ലഭ്യമാകത്തില്ല. നമ്മുടെ സുഹൃത്ത് നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു എന്ന്. എന്നാൽ അപ്പോൾ നാം പറയുകയാണ്, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന്. ഈ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു കുഴപ്പം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരാൾ ചോദിക്കുന്നു, നിങ്ങളുടെ കച്ചവട കാര്യങ്ങളൊക്കെ എപ്രകാരം പോകുന്നു എന്ന്. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, കച്ചവടമൊക്കെ വളരെ നഷ്ടത്തിലാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്, കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം നമ്മുടെ മനസ്സ് ആൾറെഡി, ഇതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്തെന്നാൽ നാം ആൾറെഡി തോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മെ രക്ഷിക്കാൻ ഇനി ആർക്കാണ് സാധിക്കുന്നത്? മറ്റൊന്നിൽ നമുക്ക് കിട്ടിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും നമ്മുടെ ഉള്ളിൽ യാതൊരു വിലയുമില്ല എന്നുള്ളതുമാണ്. നമുക്ക് കിട്ടിയ ചെറിയ അനുഗ്രഹങ്ങളെപ്പോലും നാം ഉണ്ട് എന്ന് തന്നെ കരുതുക. ചില ആളുകൾ പറയുന്നത് പോലെ അൽഹംദുലില്ല, ദൈവത്തിന് സ്തുതി എന്ന് പറയുക. കാരണം ദൈവം നമുക്ക് എത്തിച്ചു തന്ന ഓരോ ചെറിയ അനുഗ്രഹങ്ങളും അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദിയുള്ളവരായി തീരുമ്പോൾ അനുഗ്രഹങ്ങൾ കൂടുതലായി നമ്മിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അതായത് നിങ്ങൾക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണാതിരിക്കുക. ജീവിതം ഒരു മഹാഭാരത യുദ്ധക്കളം പോലെയാണ് എന്ന് തീർച്ചയാണ്. ഇവിടെ നിങ്ങളുടെ ശരീരം അർജുനനും നിങ്ങളുടെ ആത്മാവ് കൃഷ്ണനുമാണ് എന്ന് കരുതുക. അതായത് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങളെക്കാൾ വലിയ പ്രാപ്തിയുള്ളവർ ആരാണുള്ളത്? ഈ പ്രപഞ്ചത്തിൽ നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്ന ഒരു വ്യക്തി ആരാണ്? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അറിയുന്ന, നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്ന ഒരാൾ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന ഒരാൾക്ക് മാത്രമാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനും സാധ്യമാകുന്നത്. ആ ഒരു വ്യക്തി മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധ്യമാകുന്ന നിങ്ങളുടെ ആ ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങൾ തന്നെ ആകുന്നതുവരെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം കാണാൻ സാധിക്കുകയില്ല. ആകയാൽ അർജുനനും നീ തന്നെ, കൃഷ്ണനും നീ തന്നെ എന്ന സത്യത്തെ മനസ്സിലാക്കാൻ ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പ്രശ്നം നാം കേൾക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നത്തെ പെട്ടെന്ന് തന്നെ പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? വളരെ സിമ്പിളായി തന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം നിർദ്ദേശിക്കും. എന്നാൽ നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ സാധ്യമാകുകയില്ല. എന്തുകൊണ്ടെന്നാൽ ആ സമയമൊക്കെ നമ്മളുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കും.
യാതൊന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോലും നാം ശ്രമിക്കുകയില്ല. ഈ അവസരങ്ങളിലെല്ലാം നാം ചെയ്യുന്നത് എന്താണ്? നാം സ്വന്തം വിധിയെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം പഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയങ്ങളിലൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഒരു വട്ടമെങ്കിലും നാം പ്രശ്നത്തിനുള്ള പരിഹാരത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ആ സമയങ്ങളിൽ തയ്യാറാവുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നാം ഒരു വട്ടം ആ പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി നാം നമ്മിലേക്ക് തിരിയുകയാണ് എങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും തന്ത്രശാലിയായിട്ടുള്ള കൃഷ്ണൻ നമുക്ക് മാർഗനിർദ്ദേശം പറഞ്ഞു തരുന്നതാണ്. കൃഷ്ണൻ എന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ പേരാണ്. അപ്രകാരം നിങ്ങളുടെ ആത്മാവാകട്ടെ നിങ്ങളെ ഏറ്റവും ഉചിതമായ വഴികളിലൂടെ നയിക്കുന്നതുമായിരിക്കും. ആകയാൽ നാം നമ്മോട് സംസാരിച്ചു തുടങ്ങുക. നമുക്ക് വേണ്ട ആഗ്രഹങ്ങളെ നാം നമ്മോട് തന്നെ ആദ്യം പറയേണ്ടതാണ്. നാം ഒരുമിച്ച് തന്നെ ആ ആഗ്രഹങ്ങളിലേക്ക് പോകേണ്ടതുമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും. ജീവിതത്തിൽ എല്ലാ ആളുകളും അപ്രകാരം തന്നെയായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടവർ മാത്രമേ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളൂ. ഈ ലോകത്ത് കറുപ്പും വെളുപ്പും നിറങ്ങളുണ്ട്. കറുത്ത നിറമില്ലായിരുന്നുവെങ്കിൽ വെളുപ്പിന് ഇത്രത്തോളം പ്രസക്തി ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. ബുദ്ധൻ പറഞ്ഞത് ഇപ്രകാരമാണ്: മനുഷ്യൻ തൻ്റെ ആഗ്രഹങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യന് സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കാൻ സാധ്യമാകുന്നതാണ്. എന്നാൽ റോണ്ടാബൺ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ നേരായ വഴിക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം താൻ നേടിയെടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ സമാധാനമുള്ള ജീവിതമാക്കി മാറ്റാം. സമാധാനത്തെയും തനിക്ക് ആകർഷിക്കാൻ തീർച്ചയായും സാധിക്കുന്നതാണ് എന്നതാണ് റോണ്ടാബൺ പറഞ്ഞിട്ടുള്ളത്. സമാധാനം എന്നതാണ് ലക്ഷ്യമെങ്കിൽ ഇവിടെ രണ്ട് വ്യക്തികളും പറഞ്ഞിട്ടുള്ളത് രണ്ട് മാർഗങ്ങളാണ്. മാർഗം ഏത് എന്നുള്ളതല്ല, ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നോ അതിന് അനുയോജ്യമായിട്ടുള്ള നല്ല മാർഗങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്നതാണ്. ഇവിടെ രണ്ട് മാർഗങ്ങളും നല്ലത് തന്നെയാണ്. നമുക്ക് ഏറ്റവും യോജിച്ചത് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഒരു വ്യക്തി ഈ ലോകത്തുള്ള എന്തൊക്കെ തന്നെ നേടിയാലും, ഈ ലോകം മുഴുവൻ നേടിയാലും സമാധാനമില്ല എങ്കിൽ അതുകൊണ്ടൊന്നും യാതൊരു അർത്ഥവും ഉണ്ടായിരിക്കുകയില്ല. ആകയാൽ ഏറ്റവും വിലമതിക്കാനാവാത്ത സമ്പത്ത് സമാധാനം തന്നെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായിട്ടുള്ള സമാധാനത്തെ ഒരിക്കലും ഇല്ലാതാക്കരുത്. സത്യത്തിൽ സമാധാനത്തെ നമുക്ക് എന്തു തന്നെ പകരം കൊടുത്താലും ലഭ്യമാകാത്ത ഒരു അമൂല്യമായിട്ടുള്ള സ്വത്താണ്. ഒരു വ്യക്തി സമാധാനമായിരിക്കാൻ സമ്പത്തുണ്ടായിരിക്കണം എന്നതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. സമാധാനം ഒരിക്കലും പുറത്തുനിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. നാം നമ്മുടെ ഉള്ളിലെ സമാധാനത്തെ തിരിച്ചറിയുന്ന നിമിഷം മുതൽ അത് നമ്മോടൊപ്പം കൂടുന്നതായിരിക്കും. നാം നമ്മെ തന്നെ തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് എല്ലായ്പ്പോഴും സമാധാനമായിരിക്കും അവിടെയുള്ള വരവേൽപ്പ്. ഒരു മനുഷ്യൻ്റെ മരണശേഷം ആ മനുഷ്യൻ വിചാരണയെല്ലാം നേരിട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഖുർആൻ പറയുന്നത് ഇപ്രകാരമാണ്: സമാധാനമായിരിക്കും നിങ്ങൾക്ക് അവിടെയുള്ള വരവേൽപ്പ്. സമാധാനം ഏറ്റവും വലിയ നിധി തന്നെയാണ്. എല്ലാവരും ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഇപ്രകാരമാണ്: ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നന്നാവുകയാണ് എങ്കിൽ, ധാരാളം സമ്പത്തുണ്ടാവുകയാണ് എങ്കിൽ സമാധാനം ഉണ്ടാകുമെന്നതാണ്. പക്ഷേ സത്യം അതല്ല. സമാധാനം ഉണ്ടാവുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകുമെന്നതാണ് വാസ്തവം. ഒന്ന് മറ്റൊന്നിനെ ആകർഷിക്കുമെന്നത് സത്യം തന്നെയാണ്. എന്നാൽ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് സമാധാനം തന്നെയാണ് എന്നുള്ള സത്യത്തെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോഴും എത്ര വലിയ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോഴും കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ ഒരു കാര്യം മാത്രം എപ്പോഴും ഓർക്കുക: ഇത് താൽക്കാലികമാണ്, സ്ഥിരമല്ല. ജീവിതത്തിൽ എന്തു തന്നെ വന്നാലും അതൊന്നും സ്ഥിരമല്ല, താൽക്കാലികം മാത്രമാണ്. സന്തോഷമോ ദുഃഖമോ ഒന്നും സ്ഥിരമല്ല, ഇത് എല്ലാം താൽക്കാലികം മാത്രമാണ്. സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും സാഹചര്യങ്ങളോട് ക്ഷമിക്കുക അല്ലെങ്കിൽ മൗനം പാലിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായത്. കലങ്ങിക്കിടക്കുന്ന ഒരു ജലാശയത്തിൽ ഇറങ്ങിക്കൊണ്ട് ആ കലക്കിനെ നമുക്കൊരിക്കലും തെളിയിക്കാൻ സാധ്യമാവുകയില്ല. എന്നാൽ കലങ്ങിക്കിടക്കുന്ന ജലാശയത്തിൻ്റെ മുന്നിൽ സമാധാനത്തോടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ ജലം കുറച്ച് സമയങ്ങൾക്ക് ശേഷം തെളിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയാണ് ജീവിതത്തിലെ സാഹചര്യങ്ങൾ. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നാം ഉടനെ തന്നെ ഒരു നടപടിയോ തീരുമാനമോ എടുക്കേണ്ടതില്ല. നാം അതിനെ നോക്കിക്കാണുകയാണ് ആദ്യം വേണ്ടത്. ആദ്യം നമുക്ക് വന്നു ചേർന്നിട്ടുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ പടി. അതിനെല്ലാമുള്ള പരിഹാരം തേടി നാം എങ്ങും അലയേണ്ടതില്ല. പരിഹാരമാവട്ടെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇവിടെയുള്ള പരിഹാരം എന്നത് ക്ഷമയോടെ കാത്തിരിക്കുക എന്നത് തന്നെയാണ്.
ആഗ്രഹങ്ങൾ മനുഷ്യന് ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്നിരുന്നാലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്തെന്നാൽ അറിവിനോടുള്ള ആഗ്രഹം തന്നെയാണ്. നാം അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കും. നാം അറിവിനെ തേടി ഇറങ്ങുകയാണെങ്കിൽ. ഇതുതന്നെയാണ് ഈ ലോകത്ത് കടന്നുപോയിട്ടുള്ള എല്ലാ ആചാര്യന്മാരും എല്ലാ പ്രവാചകന്മാരും ചെയ്തിട്ടുള്ളതും എല്ലാം. നേരത്തെ നാം പഠിച്ചു, സമാധാനമുണ്ട് എങ്കിൽ സമ്പത്തുമുണ്ടാകുമെന്ന്. യഥാർത്ഥമായും മനുഷ്യൻ്റെ ആഗ്രഹം സമാധാനമുണ്ടാകാൻ വേണ്ടിയായിരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അതല്ല, സമ്പത്തുണ്ടാകാൻ വേണ്ടി നാം ആഗ്രഹിച്ചാലും അത് പ്രകാരമായി നമുക്ക് സമാധാനമുണ്ടാകുമെന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ അതും ഒരു പരിധിവരെ ശരിയായിരിക്കാം. എന്നാൽ അത് പരിധിവരെ മാത്രമാണ്, അതിനും പരിധിയുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കുള്ള ദൈർഘ്യം വളരെയധികം കടന്നു പോയിരിക്കുന്നു. ആകയാൽ ഇതുപോലുള്ള വിഷയങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ളവരുടെ എല്ലാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണ് എങ്കിൽ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറിയേക്കാം. നമ്മുടെ ചാനലിൽ ആത്മീയപരമായിട്ടുള്ളതും മതപരമായിട്ടുള്ളതുമായിട്ടുള്ള ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനലിൽ ഒരു അന്വേഷണം നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഇതിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാനും സാധിക്കുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.